അമേരിക്കയിലെ ബെജിക് ടവേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലാസ്കയിലെ വിറ്റിയർ എന്ന ഗ്രാമത്തിലെ ഒരു ടവറാണ് ഈ ബെജിക് ടവർ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ 85% ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഇടമാണ് ഈ ടവർ. ഇതിൽ പോലീസ് സ്റ്റേഷനുണ്ട്, സ്കൂൾ, ഹോസ്പിറ്റൽ, ഗ്രോസറി ഷോപ്പുകൾ, മറ്റു നിത്യോപയോഗ സർവീസുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ടൗൺ അണ്ടർ വൺ റൂഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരൊറ്റ മേൽക്കൂരക്ക് കീഴിലുള്ള നഗരം. സോവിയറ്റ് യൂണിയനുമായുള്ള ശീതസമര കാലത്താണ് ആർമി കേന്ദ്രമായ ബെജിക് ടവേഴ്സ് 1957 നിർമ്മിക്കപ്പെടുന്നത്. അന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളുമായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അവർ വിട്ട ശേഷം സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളടക്കമുള്ള ആളുകൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങി. 14 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ടവറിൽ ആ ഗ്രാമത്തിൽ 85% ആളുകളും വസിക്കുന്നു. മഞ്ഞുവീഴ്ച ശക്തമായ ഈ ഗ്രാമത്തിൽ എല്ലാ കാലാവസ്ഥകളിലും വളരെ നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പ്രത്യേകം എയർ കണ്ടീഷനുകളുടെ ആവശ്യമില്ലാതെ ഈ ടവറിനു മാത്രമായി വലിയൊരു സംഖ്യ ഇലക്ട്രിസിറ്റിയായി ചെലവഴിക്കുവാനും അത് വീതം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാനും ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ടണലുകളുമായി ബന്ധിപ്പിച്ചാണ് പുറത്തേക്കുള്ള ഈ ടവറിൻ്റെ ബന്ധം പ്രധാനമായും നിലനിർത്തിപ്പോരുന്നത്. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, ഒരു വലിയ 14 നില ബിൽഡിംഗ്, ഒരാവശ്യത്തിനും പുറത്തു പോവേണ്ടതില്ല. കുറച്ചാളുകൾക്ക് ടണൽ വഴി പുറത്തു പോകാം ജോലികൾക്ക് വേണ്ടി. അങ്ങനെയുള്ള ഒരു നഗരം. നിങ്ങളിൽ എത്ര പേർക്ക് ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ജീവിതങ്ങളും വളരെ നന്നായി തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കണേ.